അതെ, പുറത്ത് നല്ല മഴക്കാറ്. അപ്പോൾ ചോറൊക്കെ അടിച്ച് തീയിടാന്ന് വെച്ചിട്ട് പുറത്ത് പോയപ്പോഴാട്ടാ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്ലാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര പഴുത്ത ചക്കയുടെ മണം. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്നായി. അങ്ങനെ പഴുത്ത ചക്കേനും തിരക്കി ഞാനും എൻ്റെ മക്കളും തെരച്ചിലായിട്ടാ. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ പഴുത്ത ചക്കനെ കണ്ടെത്തി. ഇതാണ് കേട്ടാ ആ മുതൽ. അങ്ങനെ മക്കൾ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നു, ചക്ക വെട്ടി താഴെ ഇട്ടു. അങ്ങനെ കുറച്ച് നേരം ചക്കയുടെ പശയൊക്കെ ഒന്ന് പോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടാ. അതിനുശേഷം ആ ചക്കയും താങ്ങി മുറിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എന്തായാലും ചക്ക മുറിച്ച് തിന്നിട്ടാവാം ബാക്കി പണികളൊന്നായി. മക്കളും പൊറുതി തരുന്നില്ല ചക്ക മുറിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണൊക്കെ എടുത്ത് കയ്യിലൊക്കെ തേച്ച് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഇത്രയും നാൾ ചക്ക മുറിച്ചിട്ട് ആർക്കും താമരയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ആ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല കേട്ടാ. നല്ല ചക്ക ആവോ, നല്ല ചുളയാവോ, മധുരം ഉണ്ടാവോ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ. സാധാരണ ഈ ചക്കയ്ക്ക് മധുരം കുറവാണല്ലോ റഷം ഉണ്ടാവാറുള്ളത്. ഇത് ഞങ്ങൾ വറക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ചക്കയാണ്. അങ്ങനെ വരിക്കച്ചക്കയായിട്ട് യൂസ് ചെയ്യുമ്പോഴതിന് ഇത്തിരി മധുരം കുറവാണ് എല്ലാ തവണയും ഉണ്ടാവാറുള്ളത്. അപ്പം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നായി. അങ്ങനെ അതിൻ്റെ ഉള്ളിലെ ചക്കപ്പശൊക്കെ ഒരു ചകിരിപ്പൂഞ്ചെടുത്ത് തേച്ച് വൃത്തിയാക്കിയിട്ടാ. ഇനി അതിനെ 4 കഷ്ണാക്കി മുറിക്കാമെന്നായി. അങ്ങനെ ചക്ക 4 കഷ്ണാക്കിയൊക്കെ മുറിച്ച് ഇനി അതിൻ്റെ ഉള്ളിലത്തെ പൂഞ്ചൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നായി. മെയ് 4-ാം തീയതിക്ക് ശേഷം ചക്കയ്ക്ക് ടേസ്റ്റ് കൂടും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമുക്കും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഞങ്ങൾക്ക് ഇക്കൊല്ലം ആദ്യമായിട്ട് കിട്ടിയ ചക്ക, അത് കാരണം വേറെ ചക്കയിലൊന്നും പരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏട്ടാ, എന്നിട്ട് പറയാം. അങ്ങനെ അതിൽ നിന്നൊരു ചക്കച്ചോള പറിച്ചെടുത്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ. ശരിയാട്ടാ, അഞ്ജലി നായർ പറഞ്ഞത് കറക്റ്റാ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത്രയും കൊല്ലം ഈ ചക്കക്ക് ഇത്ര ടേസ്റ്റ് വന്നിട്ടില്ല കേട്ടാ, ഇത്രയും മധുരം ഉണ്ടാവാറില്ല. അങ്ങനെ മോനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. മോനും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ചക്കച്ചോളൊക്കെ ഓരോന്നായി പറിച്ചൊരു പോണിയിലാക്കിയിട്ടാ. ചക്കയുടെ ഒരു ഭാഗം മാത്രമേ എടുത്തുള്ളേ, ബാക്കി ഭാഗം നാളെ ആവാന്ന് കരുതി. കാരണം ഒരു പണി അവിടെ വെച്ചിട്ടാണ് ചക്കപ്പണിമക്ക് തിരിഞ്ഞിട്ടുള്ളത്. നേരം ബാങ്ക് കൊടുക്കാറായി, അത് തീർത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. അങ്ങനെ അതൊക്കെ പറിച്ച് പോണിയിലാക്കി അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് തെങ്ങും തടത്തി തട്ടിയിട്ടാ. വൈകിയ നേരമായതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം കൊണ്ട് അവിടെ ഇരിക്കാനും പറ്റണില്ല കേട്ടാ. നിന്ന് പിന്നെ ചെയറിട്ട് ഇരിപ്പായിട്ടാ. അങ്ങനെ മക്കളെ കൊണ്ട് ഒരു കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെപ്പിച്ചിട്ടാണ് ലാസ്റ്റ് പണികളൊക്കെ തീർത്തത്. അങ്ങനെ ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക കിട്ടിയ സന്തോഷത്തിൽ ഞാനും എൻ്റെ മക്കളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ. ഇനി ബാക്കിയുള്ള തീറ്റൊക്കെ പണികൾക്ക് ശേഷമാവാന്ന് കരുതി. വേറൊരാൾ കൂടി ഇവിടെ വെയിറ്റിങ്ങിലാട്ടാ. പഴുത്തിട്ടില്ല, അത് വേറെ പ്ലാവിലെ ചക്കയാണ്. അവന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്.